Welcome to the channel. എഡ്ജിൻ്റെ 7 സൂപ്പർ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രൊഡക്റ്റീവ് വർക്ക് ഫ്ലോയ്ക്ക് ഇത് വളരെ അത്യാവശ്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ പ്രൊഫൈൽ സെറ്റിങ്സ് തന്നെയാണ്. അതായത് നമുക്ക് രണ്ട് പ്രൊഫൈൽസ്, പേഴ്സണൽ പ്രൊഫൈലും വർക്ക് പ്രൊഫൈലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ഒരു ഫോക്കസ്ഡ് വർക്കിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ ഞാനൊരു ഉദാഹരണത്തിന് കുറച്ച് ടാബ്സ് തുറന്നു വെച്ചിട്ടുണ്ട്. ഈ ടാബുകളെല്ലാം സെപ്പറേറ്റ് വിൻഡോ ആയിട്ട് ആൾട്ട് ടാബ് അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ മൾട്ടിപ്പിൾ ടാബ്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇത് ഓഫ് കോഴ്സ് ഇത് ക്രോമിനകത്തുള്ളൊരു ഫീച്ചറാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ വെർട്ടിക്കൽ ടാബ് ഫെസിലിറ്റി കൊണ്ടിട്ടാണ്. ഇപ്പം ഇതിനെ ഞാൻ വെർട്ടിക്കൽ ടാബിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് യൂസ്. ഇപ്പം നമുക്ക് ഗ്രൂപ്പ് ചെയ്യുന്നത് മോർ സെൻസ് ഉണ്ടാവും. പിന്നീട് അടുത്തുള്ള സൂപ്പർ യൂസ്ഫുൾ എന്ന് പറയുന്നത് ഇതിൻ്റെ PDF റീഡറാണ്. നമ്മുടെ അഡോബിനേക്കാളിലൊക്കെ വെരി സൂപ്പർ ഫാസ്റ്റ് ആണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനും അനോട്ട് ചെയ്യാനും ഒക്കെ വളരെ സിമ്പിളാണ്. സോ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, എന്തെങ്കിലും അനോട്ട് ചെയ്യാം, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഏറ്റവും നന്നായിട്ട് യൂസ്ഫുൾ വരുന്നത് റീഡ് ഔട്ട് ലൗഡ് എന്നാണ്. ഞാനിത് നമുക്ക് വോയിസ് ഓപ്ഷൻസ് ഉണ്ട്. പ്ലേ ബട്ടൺസ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീഡ്. നമുക്ക് വോയിസ് ഒക്കെ മാറ്റാം, സ്പീഡ് കൂട്ടാം, ഇതെടുക്കാം. ഇതുകൊണ്ട് ഞാനൊരു ബുക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 2x സ്പീഡ് റിലേറ്റഡ്. ദിസ് ഇസ് വൺ ഓഫ് ദ ഗുഡ് ടൂൾ ടു ഹാവ്. PDF-നെ പറ്റി പറയാം. സോ PDF-നെ പറ്റി പറയുമ്പോൾ തന്നെ അനദർ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും വായിക്കുന്ന സമയത്ത് ഒരു നോട്ട് എടുക്കും, ജസ്റ്റ് നോട്ട് ചെയ്യുക മാത്രം ഇടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനിലെ കളക്ഷൻ എന്ന് പറയുന്ന ഈ ഫീച്ചർ ദാറ്റ് ഈസ് സൂപ്പർ യൂസ്ഫുൾ ഫോർ ഡൂയിങ് എനി റിസർച്ച് കൈൻഡ് ഓഫ് തിങ്. ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ദർ ആർ സം കളക്ഷൻസ്. ഈ കളക്ഷൻസിനകത്ത് നമുക്ക് ഈ കറണ്ട് പേജ് ആഡ് ചെയ്യാം, ഈ വെബ് പേജ് ഓടിക്കൊണ്ടിരിക്കുന്ന ആഡ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് നമ്മുടേതായ നോട്ട്സ് അതിനകത്ത് എഴുതിയെടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യാം ഇവിടെ. സോ ഇങ്ങനെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല. അതുപോലെ സ്നിപ്പെറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ഷിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്നിപ്പെറ്റ്സ് ഉണ്ടാക്കാം. ഈ സ്നിപ്പെറ്റ്സ് ഓൺ ദ വേ തന്നെ മാർക്കപ്പ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ അതൊക്കെ ചെയ്യാം. എന്നിട്ട് ഡയറക്റ്റ്ലി തന്നെ ആഡ് ടു കളക്ഷൻസ് ചെയ്യാൻ പറ്റും. JPEG ആയിട്ട് സേവ് ചെയ്യാനും പറ്റും. സോ ദിസ് ഈസ് വൺ ഓഫ് ദി ഗുഡ് ഫീച്ചേഴ്സ്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഈ കളക്ഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ എക്സലോ അല്ലെങ്കിൽ വൺ നോട്ട്, പിൻട്രസ്റ്റ്, വേർഡ് ഇതിലോട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും വൺ ക്ലിക്കിൽ. ദിസ് ഈസ് എ ഗുഡ് ഫീച്ചർ. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബ് സെർച്ചിൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഫോൺ ആക്റ്റീവ് ആണെങ്കിൽ ഫോണിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾ സെർച്ച് ചെയ്ത ബാക്കി പോർഷൻ ഫോണിൽ നമുക്ക് സെർച്ച് ചെയ്യാം. നമ്മളിപ്പോൾ വർക്ക് ക്ലോസ് ചെയ്തിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റും. സോ നമ്മൾ മൈക്രോസോഫ്റ്റ് എഡ്ജ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നേ ഉള്ളൂ. അതർ ഓപ്ഷൻ ഇപ്പം നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു QR കോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റെസ്യൂം ഉണ്ട് ഫോണ്. നമുക്ക് ഇത് ക്രോം ആണെങ്കിൽ അതിൽ ബ്രൗസ് ചെയ്യാം. അല്ലാതെ ഇത് വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെബ് അഡ്രസ്സ് ഷെയർ ചെയ്യണമെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് വേ ടു ഷെയർ. ഓക്കെ, താങ്ക് യു ആൾ. ഇതൊരു ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ.